ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. ഞാനും ബേബിയും സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഡോക്യുമെൻ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതാ രാവിലെ ഞാൻ എണീറ്റിട്ടില്ല, ഞാൻ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ഓൾറെഡി എണീറ്റതാണ് ഗൈസ്. എന്നിട്ട് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചൊന്ന് കിടന്നതാണ്. അതായത് നമ്മൾ എണീക്കണം തൊട്ടിട്ട് എടുക്കണമല്ലോ, അതാണല്ലോ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു രീതി. അപ്പോൾ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരയ്ക്കും. ഞാൻ കുരിശ് വരയ്ക്കും, ബേബിക്കും കുരിശൊക്കെ വരച്ച് കൊടുക്കും, പിന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. അങ്ങനെയാണ് കേട്ടോ എണീക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബെഡ്, ഇതൊരു കുഞ്ഞിപ്പണിയല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ ഇതുപോലെ ബെഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് വിരിച്ചിടും, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ ഞാൻ യൂസ് ചെയ്യണ പുതപ്പൊക്കെ ഒന്ന് മടക്കി വയ്ക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോയിൽ, ഞാൻ കിടക്കണ സ്ഥലത്ത് മൊത്തം ഇതുപോലെ പില്ലോസ് ആയിരിക്കും. അപ്പോൾ അതിപ്പോൾ ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കിടക്കുക കേട്ടോ. അപ്പോൾ ആ കേട്ടനൊക്കെ നീക്കിയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമാണ്. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ദാഹമാണ്. എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് ഭയങ്കര ദാഹം, കുളി കഴിഞ്ഞാൽ ദാഹം, എന്ത് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ദാഹമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം ഇന്നത്തെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടും പഴമായിരുന്നു. എനിക്കാണെങ്കിൽ പുട്ടും പഴം ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്ന സംഭവമാണ് കേട്ടോ ഞാനിത്. അപ്പോൾ ഇന്ന് ഇത് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ രാവിലെ. അപ്പോൾ ഇതൊക്കെയാണ് കഴിച്ചപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത് മുന്തിരി ഇങ്ങനെ തലേദിവസം കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കണതാണ് കേട്ടോ. അത് നമുക്ക് ഈ എന്താ പറയുക, കോൺസ്റ്റിപ്പേഷൻ മാറാനും അല്ലെങ്കിൽ ബ്ലഡ് വയ്ക്കാനും അതിനൊക്കെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചതിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ മെഡിസിൻ കഴിക്കാനാണ്. എനിക്ക് രാവിലെ ഒരു കാൽസ്യം ടാബ്ലറ്റ് കഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ രാവിലെ കഴിക്കുന്ന ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോളിൽ ഇതുപോലെ ബ്ലൈൻഡ്സ് ഇട്ടിട്ട്, അപ്പോൾ അത് കേർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചമൊക്കെ വരും. അപ്പോൾ ആ കേർട്ടനൊക്കെ മാറ്റി കുറച്ച് നേരം ഞാൻ അവിടെ നിൽക്കും. അവിടെ ആണെങ്കിൽ ഏറുവെയിലുണ്ട്. അപ്പോൾ കുറേ നേരം നിൽക്കില്ല കേട്ടോ, ഒരു 10-15 മിനിറ്റ് നേരം അവിടെ ഒന്ന് നിൽക്കും, അതന്നെ, അല്ലാതെ വേറെ നിൽക്കലൊന്നുമില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഈ ഞാൻ പേപ്പർ വായിക്കണ കാണുമ്പോൾ ചോദിക്കണം, പേപ്പറൊക്കെ വായിക്കണ ശീലമുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് പേപ്പർ വായിക്കണ ശീലമില്ല. പേപ്പർ അവിടെ ഇരിക്കണുണ്ട്. അപ്പോൾ എന്നാൽ വീഡിയോ എടുക്കല്ലേ, എന്നാൽ പിന്നെ അങ്ങോട്ട് 4 പേജ് മറക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്ന് മറക്കണം പറഞ്ഞിട്ടോ. അല്ലാണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് പേപ്പർ വായിക്കുന്ന ഒരാളൊന്നുമല്ല. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം നടക്കും. ഇത് പതിവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് എന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വയറ് വന്ന് വലുതാവണ പോലെയൊക്കെ എനിക്ക് തോന്നും. ഓൾറെഡി നമ്മുടെ ബേബി അതിൽ കിടക്കണുണ്ട്, എന്നാലും എനിക്കങ്ങനെ തോന്നും. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് നടക്കുമ്പോൾ ഒന്ന് സെറ്റാവും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നതാണ് കുളിക്കുക എന്നുള്ളത്. കാരണം രാവിലെ എണ്ണ തേച്ച് കുളിക്കണം എന്ന് ഈ വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിൽ അമ്മമ്മ ഉണ്ട്. അപ്പോൾ അമ്മമ്മ ഇങ്ങനെ നമ്മളിങ്ങനെ കുളിക്കണ വരെ അമ്മമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ചീത്ത കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തൊട്ട് ചെയ്തു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഇത് വെച്ചിട്ട് ആദ്യം ഹെയർ ഓയിൽ ചെയ്യും. ഇത് ഞാൻ നമ്മുടെ മീഷോന്നൊക്കെ മേടിച്ചതാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് ഓയിലൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ മുടിയിൽ മാത്രമേ തേക്കുള്ളൂ അല്ലേ. ഇതാവുമ്പോൾ നമുക്ക് സ്കാൽപ്പിലൊക്കെ തേക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അവിടെ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യും കേട്ടോ. അപ്പോൾ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ആയിരിക്കില്ല, കോഡായിരിക്കും. അപ്പോൾ ഞാനതിൻ്റെ കോഡ് ഞാൻ കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ താഴെ ഇപ്പോൾ നമ്മൾ ഹെയർ മൊത്തം താഴേക്ക് ഇട്ടതിന് ശേഷം ആ ഒരു ഏരിയയിലും കൂടെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുടി ഒക്കെ ഇങ്ങനെ വലുതായി വരാൻ നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പാക്ക് ഇടും. ഇതെല്ലാ ദിവസമൊന്നും ചെയ്യണ പാക്കല്ല കേട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എനിക്ക് പാക്ക് ഇടണം എന്ന് തോന്നുമ്പോൾ ചെയ്യണതാണ്. ഉലുവയും മുട്ടയൊക്കെ കൂടിയിട്ട് അങ്ങനെ ഇടുന്ന ഒരു പാക്ക്. അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ് ഇപ്പോൾ കാണിച്ച ഈ ഷാമ്പു. ഇത് നമ്മുടെ KP നമ്പൂതിരീസിൻ്റെ ഷാമ്പു ആണ് കേട്ടോ. താളി എന്ന് പറയും ഇതിന്. 60 രൂപ ഇതിൻ്റെ ചെറിയ ബോട്ടിലിന് വരുന്നുള്ളൂ. അപ്പം അത് എന്താ പറയുക, ഹെയർ ഫോളൊക്കെ മാറാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടായിരുന്നു പ്രഗ്നൻസി സ്റ്റാർട്ടിങ് ടൈമിൽ. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഓയിൽ ചെയ്ത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ നമ്മുടെ നേരത്തെ കാണിച്ചെന്ന ആ ഉലുവയുടെ പാക്ക് ഇടുള്ളൂ. അത് കഴിഞ്ഞൊരു അരമണിക്കൂർ നേരം ഹെയറിൽ പാക്ക് വെച്ചിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഹെയർ കുളിക്കാറുള്ളൂ. അപ്പോൾ നോർമൽ വാട്ടറിലാണ് ഹെയർ കുളിക്കുക, മേല് ചൂടുവെള്ളത്തിലാണ് കുളിക്കുക. കാരണം നമ്മൾ ധാന്യന്തര തൈലം ഇടുന്നുണ്ടല്ലോ.
ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയമാവും ഏകദേശം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയാനായിട്ട്. ഇനിയിപ്പോൾ എനിക്ക് നല്ല വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, എനിക്ക് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പ് ദാഹമൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ പിന്നെ ഇനി പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അധികം വെയിറ്റ് ചെയ്യില്ല, കാരണം ഓൾറെഡി കുളി കഴിയുമ്പോൾ തന്നെ ടയേർഡാവും. അപ്പോൾ കുറച്ച് നേരം കിടന്നിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ പിന്നെ ഇത് അഴിക്കണം. ഇനി ഇത് അഴിക്കൽ ചടങ്ങാണ്. ഇതിലത്തെ വെള്ളം മൊത്തം കളഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ, അല്ലെങ്കിൽ ബെഡിൽ കിടക്കുമ്പോൾ ബെഡ് മൊത്തം ഒരു പില്ലോ മൊത്തമൊക്കെ ഒന്ന് നനഞ്ഞതുപോലെ വരില്ലേ. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഇനി കിടക്കുള്ളൂ. ഇപ്പോൾ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങിക്കോളും. പിന്നെ ഉണ്ടല്ലോ, ഈ പാക്ക് ഇടുമ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, അത് ഇടുമ്പോൾ നമ്മൾ ഷാമ്പു യൂസ് ചെയ്ത് കുളിക്കണം എന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ സ്മെല്ല് പറ്റില്ല. അത് പിന്നെ തലയിലിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ടിട്ട് ഷാമ്പു ഇട്ടിട്ട് കുളിച്ചത്. നിങ്ങളിപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹെർബൽ ഷാമ്പു ഇടാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പിന്നെ കെമിക്കലുള്ള ഷാമ്പു എടുത്ത് തലയിലിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിലും ചെറിയ കണ്ടൻറ്റൊക്കെ ഉണ്ടാവും, എന്നാലും ഇങ്ങനെ ഹെർബലായിട്ടുള്ളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അധികം ഹാർഷായിട്ടുള്ള കെമിക്കൽസൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ, എനിക്ക് വിശന്ന് തുടങ്ങി. കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. കോൾ വേറെ ഒന്നുമില്ല, കൊറിയർകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ട് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ് ഈ കൊറിയറിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളതൊക്കെ നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട്, അതിൽ ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനം എന്ന് വേണമെങ്കിൽ പറയാം. അതാണിത്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണു. എന്തായാലും നമുക്ക് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര മഴ ഇന്നത്തെ ദിവസം. ഞാനിതാ ഈ കൊറിയർ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് നല്ല മഴയാണ് ഇവിടെ കേട്ടോ. ഇടിവെട്ടും മിന്നലും മഴയൊക്കെ ആയിട്ട് ഭയങ്കര മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാതിരുന്ന സമയത്ത് കറണ്ട് പോയി ഗൈസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫുഡ്. ഇത് ചീരയും മുട്ടയൊക്കെ ഇട്ടിട്ട്, ചീര വെറുതെ ഇങ്ങനെ തോരൻ വെച്ച് ഞാൻ കഴിക്കില്ല, അപ്പം അമ്മ അതിൽ ഇത്തിരി മുട്ടയൊക്കെ ഇട്ടിട്ട് വെച്ചതാണ്. അപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് എനിക്ക് എഗെയിൻ 2 ഗുളികകളുണ്ട്, കാൽസ്യം അയണല്ല HBD3 ആണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല മഴയൊക്കെ അല്ലേ, തണവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കിടന്നപ്പോൾ ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ വേണ്ടി കിടക്കണതാണ്, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്ലിപ്പ് എടുത്തതിന് ശേഷം ഫോൺ ഓഫാക്കി വെച്ച് കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഉണ്ണിക്ക് ഇത് പ്ലേ ടൈമാണ്. ഉണ്ണി നന്നായി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈവനിങ് ആയപ്പോൾ ഞാൻ ചായക്ക് പകരം പാലാണ് കേട്ടോ കുടിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പാലൊക്കെ കുടിക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ കൊന്തെത്തിക്കലും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വന്നിരുന്നപ്പോൾ 8:30 8:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്, ചപ്പാത്തിയും പിന്നെ പോർക്കാണത്. അപ്പോൾ ഇതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിന്നറായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സായിട്ട് ഇന്ന് ഇതാണ് കഴിച്ചത്. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു മെഡിസിൻ കഴിക്കുന്നുണ്ട്. എനിക്ക് മോർണിംഗ്, ഉച്ചയ്ക്ക്, പിന്നെ നൈറ്റ്, അങ്ങനെ എനിക്ക് 3 നേരം മെഡിസിൻ ഉണ്ട്. അപ്പോൾ രാത്രി ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഈ ടാബ്ലറ്റാണ് കേട്ടോ, അത് ഫോളിക് ആസിഡ് അയൺ ടാബ്ലറ്റ്സ് ഒക്കെയാണത്. അപ്പോൾ ഈ ഒരെണ്ണമാണ് എനിക്ക് കഴിക്കാനുണ്ടായിരുന്നത്. ഇത് എടുത്തിട്ടുണ്ട്. അത് കഴിച്ച് കഴിയുന്നതോടുകൂടി പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഓൾറെഡി ടയേർഡായി. അപ്പോൾ പിന്നെ ഞാൻ നേരെ കിടന്ന് ഉറങ്ങാണ് ഉണ്ടായത് കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പം ഞാൻ ശ്രദ്ധിക്കണത്. മിനിഞ്ഞാന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ, മിനിഞ്ഞാന്ന് തന്നെയാണെന്ന് തോന്നുന്നു പോസ്റ്റ് ചെയ്ത വീഡിയോ, ഒരു 6 PM to 10 PM 8th month അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 മണി തൊട്ട് 10 മണി വരെ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ 2 കമൻറ്റ് വന്നിരിക്കണം ഞാൻ കണ്ടുട്ടാ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് വന്നിട്ട് ഡെയിലി വീഡിയോ ഇടുമോ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്, പിന്നെ ഒരെണ്ണം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് വീഡിയോ 2 കമൻറ്റ് നമ്മുടെ ആ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പം ഞാൻ ചെയ്യാമെന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ ആലോചിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്തൊരു ചെയ്യുക, അതായത് എൻ്റെ ഒരു മോർണിംഗ് ടു ഈ നൈറ്റ് എന്ന് പറഞ്ഞ റുട്ടീൻ്റെ ഉള്ളിൽ കൂടുതലും ഈ കഴിക്കലും ഉറങ്ങലും കിടക്കലൊക്കെ തന്നെയുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കാരണം ഇപ്പം ഇങ്ങനെ ഇരിക്കണതുകൊണ്ട്, പിന്നെ റെസ്റ്റൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഞാൻ ചെയ്യുക, അങ്ങനെ. പിന്നെ എനിക്ക് തോന്നി എന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ,
അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ ഫസ്റ്റ് ലോങ്, അതായത് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണത് ആദ്യത്തെ ഈ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നുള്ള വീഡിയോകളിൽ നമുക്കത് ശരിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ലൈറ്റിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ഇഷ്യൂ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാനുള്ള ക്ലാരിറ്റി ഇഷ്യൂ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് പോകെ ശരിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഗൈസ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ കമൻറ്റ് ഇട്ടോളൂ. അതാണ് എനിക്ക് പിന്നെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം. നെഗറ്റീവ് കമൻറ്റ്സ് അല്ല, നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കമൻറ്റ് ഇട്ടോളൂ. പിന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി, ഇഷ്ടപ്പെടാതെ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കണം. ഇതെന്താ ഞാൻ പറഞ്ഞത് അത് നമുക്ക് അങ്ങനെ ചെയ്യില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കണം. പിന്നെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ അതും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.